സ്ത്രീകൾക്ക് എപ്പോഴും സംസാരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമേ അല്ല. പലപ്പോഴും ശാന്തനായും അപകടകാരിയുമായിട്ടുള്ള ഒരു പുരുഷനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവർ ആരെയും ഇംപ്രസ് ചെയ്യാൻ നിൽക്കില്ല. അവർ അധികം സംസാരിക്കുക പോലും ചെയ്യില്ല. പക്ഷെ അവരുടെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ എന്തോ ഒരു ഭയം തോന്നും. അതാണ് കാട്ടാളനിലെ ആന്റണി. മൃഗ സ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വെറും ഒരു അടിപിടിക്കാരനല്ല, ശാന്തനായിട്ടും അപകടകാരിയായിട്ടുള്ള മനുഷ്യൻ. ഇത്തരം ആളുകൾ എല്ലായിടത്തും സംസാരിക്കില്ല, വ്യാജ ചിരി ചിരിക്കില്ല, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നടക്കില്ല. ഇവർ ഒരു പരിധി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അത്തരക്കാരോട് ആളുകൾക്ക് ഭയവും ആകർഷണവും തോന്നും. ഒരു കാര്യം ശ്രദ്ധിച്ചോ, കാട്ടാളൻ എന്ന പേര് തന്നെ ഒരു അപകടമാണ്. കാടില് നിയമങ്ങളില്ല, അവിടെ ദുർബലർ ജീവിക്കില്ല, കരുണ കുറവാണ്, അതിജീവനം മാത്രം പ്രാധാന്യം. അതുകൊണ്ട് കാട്ടാളൻ എന്നത് മനുഷ്യന്റെ യഥാർത്ഥ രൂപം. സമൂഹത്തിൽ മുഖം മൂടി മാറ്റിയാൽ മനുഷ്യൻ എന്താകും? അതാണ് ബീസ്റ്റ്. അതാണ് ഈ സിനിമ ചോദിക്കുന്നത് പോലെ തോന്നുന്നു. ഇത്തരം കാട്ടാളന്മാരുടെ ഉള്ളിൽ ധൈര്യം, സംരക്ഷണം, ഭയമില്ലായ്മ ഇവ കാണാം. ചില മനുഷ്യർ ഒരു മുറിയിൽ നിൽക്കുമ്പോൾ തന്നെ അവരുടെ അന്തരീക്ഷം മാറും. അതാണ് യഥാർത്ഥ ശക്തി. ആന്റണി വർഗീസ് എന്ന നായകന്റെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഫൈറ്റ് മാത്രമാണ്. കാരണം അദ്ദേഹത്തിന്റെ മുഖത്തും ശരീരത്തിലും ഒരു കാട്ടുതനം ഉണ്ട്. അയാളെ കാണുമ്പോൾ ഒരു സാധാരണ നായകനായിട്ടല്ല തോന്നുന്നത്. ഏത് നിമിഷവും ഒരു ആക്രമണം പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് അദ്ദേഹം നിൽപ്പും നടത്തവും എല്ലാം. ഇപ്പോൾ ആളുകൾക്ക് പൂർണ്ണ നല്ലവരായ കഥാപാത്രങ്ങളെ ഇഷ്ടമാവില്ല. പൂർണ്ണതയില്ലാത്ത ഇരുണ്ട സ്വഭാവമുള്ള അപകടകാരിയായിട്ടുള്ള ആളുകളെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതെല്ലാം സാധാരണ മനുഷ്യരുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ തിയേറ്ററിൽ ഭയമില്ലാത്ത മനുഷ്യരെ കാണുമ്പോൾ അവർക്ക് ആ ശക്തി തോന്നും. പല സംവിധായകരും സ്ലോ മോഷനും വലിയ സൗണ്ടും കൊണ്ടാണ് സിനിമ മാസാക്കുന്നത്. പക്ഷെ ഇവിടെ പോൾ ജോർജ് അറ്റ്മോസ്ഫിയർ, ആംബിയൻസ്, ക്യാരക്ടർ ആണ് മാസാക്കിയിരിക്കുന്നത്. കാട്, ഇരുട്ട്, മഴ, ചെളി, ആനക്കൊമ്പ്, വയലൻസ് ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഈ ലോകം സേഫ് അല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നു. അതാണ് നല്ല ഡയറക്ടറിന്റെയും നല്ല പ്രൊഡക്ഷൻ ഡിസൈനറിന്റെയും പവർ. ഒരു സിനിമ ഡേഞ്ചർ ആവുന്നത് ഹീറോ കൊണ്ടല്ല, അദ്ദേഹം ജീവിക്കുന്ന ആ ലോകം കൊണ്ടാണ്. കാട്ടാളന്റെ ലോകം ക്ലീൻ അല്ല, പോളിഷ്ഡ് അല്ല, റോ ആണ്, വൈൽഡ് ആണ്, വയലന്റ് ആണ്. ഇവിടെ സംവിധായകൻ ഒരു നായകനെ അല്ല കാണിക്കുന്നത്, ഒരു മൃഗത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളെ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ലൈറ്റ്, ഫ്രെയിംസ്, കളർ ടോൺ, കോസ്റ്റ്യൂം എല്ലാത്തിലും ഒരു ഗ്രീൻ ആൻഡ് ഡാർക്ക് ടോൺ കാണാം. കാട്ടാളം വെറും ഒരു സിനിമയായിരിക്കില്ല, ഇത് ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗത്തെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. സമൂഹം ഒരു മുഖംമൂടി എടുത്തു മാറ്റിയാൽ മനുഷ്യൻ എന്താകും? അതിന്റെ മറുപടി പോലെയാണ് ഈ കഥാപാത്രം തോന്നുന്നത്.